മുഖ്യമന്ത്രി കൂടി നിലമ്പൂരിൽ പ്രചാരണത്തിനായി എത്തിയതോടെ LDF ക്യാമ്പിൽ ആവേശം ഇരട്ടിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തും. സ്വരാജ് ക്ലീൻ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വരാജിനായി ആരുടെ മുമ്പിലും തല ഉയർത്തി വോട്ട് ചോദിക്കാനാകുമെന്നും പിണറായി പ്രതീക്ഷ പ്രകടിപ്പിച്ചു പ്രചരണ വേദിയിൽ. അപ്പോൾ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇതേവരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി M. സ്വരാജ്. ജനാധിപത്യം അർത്ഥപൂർണമാക്കാൻ കുതിരക്കച്ചവടത്തിന്റെയോ ഉപജാപങ്ങളുടെയോ മറുപേരല്ല ജനാധിപത്യം എന്നുറപ്പിക്കാൻ, മതനിരപേക്ഷത എന്തു വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഒക്കെ അത് ഉറപ്പുവരുത്താൻ ഈ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചേ തീരൂ. എനിക്ക് ഉറപ്പാണ്, ഈ നാട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കും. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എന്നെന്നും അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു ചരിത്ര വിജയം ഇടതുപക്ഷത്തിന് സമ്മാനിക്കുന്നതായി ഈ തിരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും. രാഗിൻ ചേരുന്നുണ്ട്. ഇടത് ക്യാമ്പിലെ നീക്കങ്ങളും പ്രചരണ രീതികളും സംബന്ധിച്ച് വിലയിരുത്താൻ. രാഗിൻ, ഇന്നിപ്പോൾ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ വലിയ ആൾക്കൂട്ടമുണ്ട്. പ്രചരണ രംഗത്ത് ഇടതുപക്ഷം CPM കളം പിടിക്കുകയാണോ? LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എത്തി. നിലമ്പൂരിലെത്തിയ അദ്ദേഹത്തെ പല നേതാക്കളും കണ്ടു. ഇതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം സംസാരിച്ചു. എന്തായാലും അതോടുകൂടി ഒരു കൂടുതൽ ഊർജം ഇടത് ക്യാമ്പിൽ വന്നിരിക്കുകയാണ്. ഒന്ന്, ആദ്യഘട്ടത്തിൽ അല്പം മന്ദഗതിയിലും നിരാശയിലുമൊക്കെയായിരുന്ന ഇടത് പ്രവർത്തകർക്ക് മുന്നിലേക്കാണ് M. സ്വരാജ് എന്ന സ്ഥാനാർത്ഥി എത്തിയത്. അതോടുകൂടി ഇടത് ക്യാമ്പ് ആവേശഭരിതമായി. തുടർന്ന് അവർ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒരുപടി മുന്നിലെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ വരവും. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ചതിയുടെ, ഒരു വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നതെന്നാണ്. അതായത് അൻവറിനെ കുറിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത് നമ്മൾ നേരിടും എന്നതാണ് മുഖ്യമന്ത്രി പ്രവർത്തകരോടായി പറഞ്ഞത്. അതായത് അൻവർ ഇടത് പ്ലാറ്റ്ഫോമിൽ ജയിച്ച് MLA ആയ വ്യക്തിയാണ്. ഇടയ്ക്ക് വെച്ച് ഇടതുപക്ഷത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പോയത്. തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി അൻവറിനെ കുറിച്ച് കറിവേപ്പില എന്നാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ അൻവർ സ്ഥാനാർത്ഥിയായി വരുന്നത് ഇടതുപക്ഷം കണക്കിലെടുക്കുന്നില്ല, ഗൗരവത്തിലെടുക്കുന്നില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ M. സ്വരാജ് എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ കുറിച്ചും മുഖ്യമന്ത്രി വാചാലനായി. ഒരു ക്ലീൻ ഇമേജുള്ള വ്യക്തിയാണ്. തല ഉയർത്തി ആരുടെ മുന്നിലും വോട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് M. സ്വരാജ് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി പഞ്ചായത്ത് കൺവെൻഷനുകൾ, ബൂത്ത് തല കൺവെൻഷനുകൾ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് LDF പോകുന്നത്. എന്തായാലും യുവാക്കളും അതോടൊപ്പം തന്നെ ഇടത് പ്രവർത്തകരും ഒക്കെ തന്നെ, ഇടത് പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. ഈ M. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രവർത്തകർ ആവേശത്തിലാണ്. എന്തായാലും അതുൾപ്പെടെയുള്ളവ ഇടതുപക്ഷത്തിന്റെ ആവേശം സംബന്ധിച്ച് മുഖ്യമന്ത്രി കൂടി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഉള്ള കാഴ്ചകൾ വ്യക്തമാക്കിയത് വിവരിച്ചതാണ്.